അസുരനായ രാവണനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കാൽക്കൽ കൊണ്ടിടും. ഇത് സത്യം. നിങ്ങൾ ചെന്ന് ശ്രീരാമചന്ദ്രനോട് ഞാൻ സീതാദേവിയെ തേടി പുറപ്പെട്ടിട്ടുണ്ട്, വൈകാതെ നല്ല സന്ദേശവുമായി തിരികെ എത്തും എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞാലും വിജയത്തോടെ തിരിച്ചു വരാം. രാം 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 രാം. മാരുതി തന്റെ ബലത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി വിജയം കൈവരിച്ചേ തിരിച്ചു വരൂ. അതെ, അതിലൊരു സംശയവുമില്ല. അംഗദ, നീല വന്നാലും നമ്മൾ ഉടനെ തന്നെ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ അടുത്തേക്ക് ചെന്ന് ആഞ്ജനേയൻ ലങ്കയിലേക്ക് പറന്നുയർന്ന കാര്യം പറയാം. നല്ല കാര്യം. വന്നാലും ശീഘ്രം ചെല്ലാം. രാം രാം രാം, എന്താ ഇത്? രാമകാര്യത്തിന് വേണ്ടി പോകുന്ന നമ്മെ തടയുന്നത് പോലെ ഈ പർവ്വതം പെട്ടെന്നിതാ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന് വാനം മുട്ടി നിൽക്കുകയാണല്ലോ. ഒരുപക്ഷെ ഞാൻ പുറപ്പെടുന്ന സമയത്ത് സമുദ്രത്തിന്റെ രാജാവിനെ ധ്യാനിക്കാത്തതിലുള്ള കോപമോ മറ്റോ ആണോ? ആയിരിക്കും. ഇങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാവാതിരിക്കാനായിട്ടാണ് പൂർവികർ ഇന്ദ്രോത്സവം, വരുണജപം ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാൽ സമുദ്രത്തിൽ പ്രക്ഷുബ്ധത, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവാതെ ഇരിക്കുന്നത്. ഞാനും അങ്ങനെ ആരാധിക്കാതെ വന്നത് ഒരു തെറ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിലും ഞാൻ ചെല്ലുന്നത് രാമകാര്യത്തിന് വേണ്ടിയല്ലേ? ഇതിനെ ഇങ്ങനെ തടുക്കാമോ? ഒരുപക്ഷേ ഇത് അസുരന്മാരുടെ മായാവിദ്യ ആയിരിക്കുമോ? എന്താണെന്നുണ്ടെങ്കിലും എൻ്റെ പരിശ്രമത്തിനിടയിലുണ്ടായ ഈ തടസ്സത്തെ ഓർത്ത് ഞാൻ തളരാൻ പാടില്ല. എന്താ ഇപ്പോൾ ചെയ്യുക? എൻ്റെ തോളുകൊണ്ട് തന്നെ ഈ പർവ്വതത്തെ ഇടിച്ച് പൊടിയാക്കി ഈ സമുദ്രത്തിൽ തന്നെ വിതറിയിട്ട് പോകാം. രാം രാം, ആരാണിവൻ? വന്നാലും വായുപുത്ര വന്നാലും, ആഞ്ജനേയപുത്ര വന്നാലും, ഹനുമന്തമൂർത്തിയെ വന്നാലും, അങ്ങ് പുറപ്പെട്ട കാര്യം വിജയത്തിലെത്തുവാനായി ഞാനും ഈ സമുദ്രരാജനും മനസ്സുകൊണ്ട് ആശംസിക്കുകയാണ്. അങ്ങയുടെ ആശംസകൾക്ക് നന്ദി പ്രഭു. എന്നെ നന്നായി അറിയുന്നത് പോലെ സംസാരിക്കുന്നുണ്ടല്ലോ. അങ്ങ് ആരാണ്? ഇത് എന്ത് പർവ്വതമാണ്? ഈ പർവ്വതം എന്തിനാണ് സമുദ്രത്തിൽ നിന്ന് ഉയർന്ന് എൻ്റെ മാർഗം തടഞ്ഞത്? ആഞ്ജനേയപുത്ര, ഞാനും ഈ പർവ്വതവും വേറെ വേറെയല്ല. എൻ്റെ പേര് മൈനാകൻ. ഞാൻ തന്നെയാണ് ഈ പർവ്വത രൂപത്തിൽ നിൽക്കുന്നത്. ആകയാൽ ഈ പർവ്വതത്തെ മൈനാക പർവ്വതമെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? അതിരിക്കട്ടെ. വലിയ പർവ്വതമായി ശോഭിക്കുന്ന താങ്കൾ ഭൂമിയിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ നേത്രങ്ങൾക്ക് വിരുന്നൊരുക്കുന്നത് വേണ്ട എന്ന് വെച്ച് എന്തുകൊണ്ടാണിങ്ങനെ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നത്? പ്രഭോ മാരുതി, കൃതയുഗത്തിൽ പർവ്വതങ്ങൾക്ക് ചിറകുകളുണ്ടായിരുന്നു. അതിനാൽ അവയെല്ലാം വായുവേഗത്തിൽ, പിന്നെ മനോവേഗത്തിൽ എല്ലാ ദിശകളിലും സ്വാതന്ത്ര്യത്തോടെയും വേഗത്തോടെയും പറന്നു നടക്കുമായിരുന്നു. അവയെല്ലാം കണ്ട ദേവന്മാർ, സിദ്ധന്മാർ, ജനങ്ങൾ, മഹർഷിമാർ,
അങ്ങനെയുള്ള എല്ലാവരും തന്നെ അഥവാ ഈ പർവ്വതങ്ങൾ തങ്ങളെ നശിപ്പിക്കുമോ എന്ന് ഭയന്ന് ദേവേന്ദ്രനോട് പോയി പരാതി പറഞ്ഞു. അതിനാൽ കോപാകുലനായ ഇന്ദ്രൻ എല്ലാ പർവ്വതങ്ങളുടെയും ചിറകുകൾ അരിഞ്ഞുകളഞ്ഞു. ആയതിനാൽ ചിറകുകൾ നഷ്ടപ്പെട്ട പർവ്വതങ്ങൾ ചിതറി ഭൂമിയിലായി പതിച്ച് അവിടവിടെയായി നിലയുറപ്പിച്ചു നിന്നു. ദേവേന്ദ്രൻ എന്റെ ചിറകുകളെയും അരിയാനായി വന്നു. അങ്ങയുടെ പിതാവായ വായുഭഗവാനാണ് എന്നോട് കരുണ കാണിച്ച് തന്റെ ശക്തിയാൽ എന്നെ തള്ളിക്കൊണ്ടുവന്ന് ഈ സമുദ്രത്തിലേക്ക് ആഴ്ത്തി എന്നെ മറച്ച് രക്ഷപ്പെടുത്തിയത്. ഓഹോ, എന്റെ പിതാവിനാൽ രക്ഷിക്കപ്പെട്ട പർവ്വതരാജൻ അങ്ങാണല്ലേ? അതെ, ഞാൻ അങ്ങയുടെ പിതാവ് വായുഭഗവാൻ മൂലം രക്ഷപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുത്രനായ അങ്ങയെ നന്ദിയോടെ വരവേറ്റ് ആശംസ അറിയിച്ചത്. അതിരിക്കട്ടെ, സമുദ്രരാജനും എന്നെ വാഴ്ത്തിയതായി പറഞ്ഞുവല്ലോ, അതെന്തിനാണ്? ആഞ്ജനേയ, അങ്ങ് പുറപ്പെട്ടിരിക്കുന്നത് രാമകാര്യത്തിനാണ്. രാമൻ ഇക്ഷ്വാകു വംശത്തിൽ ഉദിച്ചവനാണ്. അവൻ്റെ പൂർവികരായ സാഗരപുത്രന്മാരാണ് ഈ സമുദ്രം നിർമ്മിച്ചത് തന്നെ. ആ നന്ദിയുടെ കാരണമെന്നോണമാണ് രാമദൂതനായ അങ്ങേക്ക് സമുദ്രരാജൻ ആശംസകൾ അറിയിച്ചത്. അതുമൊരു കാരണമാണ്. അപ്പോ രണ്ടാമത്തെ കാരണവും ഉണ്ടെന്നോ? അതെ, ഉണ്ട്. സീതാദേവി തിരുപ്പാൽക്കടലിൽ പിറന്ന ലക്ഷ്മീദേവിയുടെ അവതാരമാണ്. ആയതിനാൽ സാക്ഷാൽ ജാനകീദേവി സമുദ്രരാജന്റെ പുത്രിയെപ്പോലെയാണ്. അതുകൊണ്ട് താങ്കൾ അദ്ദേഹത്തിന്റെ പുത്രിയുടെ സങ്കടങ്ങൾക്ക് പരിഹാരവുമായി ചെല്ലുന്നതുകൊണ്ട് വളരെ സന്തോഷിച്ച് അങ്ങേക്ക് ആശംസകൾ അറിയിച്ച് അതിഥി ഉപചാരം ചെയ്യണമെന്നും പറഞ്ഞു. അതാണ് രണ്ടാമത്തെ കാരണം. ആയതിനാൽ ബന്ധം കൊണ്ടും മനസ്സിലെ സന്തോഷം കൊണ്ടും ഞങ്ങൾ നൽകുന്ന ഉപചാരങ്ങളും അതിഥി പൂജയും അങ്ങ് സന്തോഷപൂർവ്വം ഏറ്റുകൊണ്ട് പർവ്വതമായ എൻ്റെ മേൽ അമർന്ന് അല്പനേരം വിശ്രമിച്ചിട്ട് പോകണമെന്ന് വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. പ്രഭു മൈനാകമേ, താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ താങ്കളും സമുദ്രരാജാവും എനിക്ക് അതിഥി പൂജ ചെയ്തതിന് സമമായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ മഹേന്ദ്രപർവ്വതം വിട്ട് ഇന്ന് പ്രഭാതത്തിലാണ് പുറപ്പെട്ടത്. മാർഗമധ്യേ എവിടെയും തങ്ങാതെ സൂര്യാസ്തമനത്തിന് മുമ്പ് ലങ്കയിൽ ഉറപ്പായും എത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. മാർഗത്തിൽ എൻ്റെ മേൽ മലരുകൾ വർഷിച്ച് ദേവന്മാരും ഗന്ധർവന്മാരും ഇന്നിവൻ ലങ്കയിൽ എത്തിച്ചേരുമോ എന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. എൻ്റെ വാക്ക് നിറവേറ്റാൻ വേണ്ടിയും ദേവന്മാരുടെ സംശയം തീർക്കുവാനും സന്ധ്യയ്ക്ക് മുമ്പായി എനിക്ക് ലങ്കയിലെത്തേണ്ടതുണ്ട്. ആയതിനാൽ ദയവ് ചെയ്ത് താങ്കളെൻ്റെ മാർഗത്തിൽ നിന്ന് മാറിത്തരണമേ എന്ന് അപേക്ഷിക്കുകയാണ്. നല്ലത്. താങ്കളുടെ ലക്ഷ്യത്തെ ഞാൻ തടയാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ ചെന്ന് വിജയിച്ച് തിരിച്ചു വന്നാലും. രാം 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 രാം. രാം രാം. രാം. വരൂ വരൂ വായുപുത്ര, ഇന്ന് എനിക്കുള്ള ഭോജനമായി ദേവന്മാർ നിന്നെയാണോ അയച്ചിരിക്കുന്നത്? വാ വാ, വരൂ വരൂ വരൂ, വന്നെന്റെ വായിലേക്ക് കയറൂ. നിമിഷ നേരം കൊണ്ട് നിന്നെ വിഴുങ്ങി ഞാൻ ഏമ്പക്കം വിടും. മാതേ, അയോധ്യയിലെ രാജകുമാരൻ ശ്രീരാമചന്ദ്രന്റെ പത്നിയായ സീതാദേവിയെ അസുരനായ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ആയതിനാൽ അടിയൻ ആ ദേവിയെ ദർശിച്ചിട്ട് വരുവാൻ ലങ്കയിലേക്ക് പുറപ്പെടുകയാണ്.
ഞാൻ ചെന്ന് സീതാദേവിയെ ദർശിച്ചു വന്ന് അത് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞിട്ട് പിന്നീട് വന്ന് അവിടുത്തെ ആഹാരമാകാം. ദയവ് ചെയ്ത് ഇപ്പോഴെൻ്റെ മാർഗത്തിൽ നിന്ന് മാറിയാലും. സാധ്യമല്ല. ഈ മാർഗത്തിലൂടെ പോകുന്ന ആരും എന്നെ താണ്ടി പോകുവാൻ സാധ്യമല്ല. എന്റെ വായിലൂടെ കടന്നു പോകാൻ മാത്രമേ സാധിക്കൂ. അങ്ങനെ അവർ കടന്നു പോകുന്ന സമയത്ത് ഞാൻ അവരെ വിഴുങ്ങി എന്റെ വിശപ്പിനെ അടക്കി നിർത്തും. അത് ബ്രഹ്മദേവൻ എനിക്ക് നൽകിയ വരമാണ്. ആ വരത്തെ നീ മറികടന്നു ചെന്നാൽ അദ്ദേഹത്തിന്റെ ശാപത്തിന് പാത്രമാകും നീ. അതിനാൽ വരൂ, വന്നെന്റെ വായിലേക്ക് കയറൂ. എനിക്കാണെങ്കിൽ ഇപ്പോ നല്ല വിശപ്പുമുണ്ട്. വാ, വിശപ്പടക്കട്ടെ. അങ്ങനെയാണോ? ഞാൻ ഏത് രൂപത്തിൽ വന്നാലും ദേവി എന്നെ വിഴുങ്ങുമെന്നാണോ? ഉറപ്പായും വിഴുങ്ങിയിരിക്കും. ഈ രൂപത്തിൽ വന്നാലോ? ദാ നോക്ക്, ഏത് രൂപത്തിലും എനിക്ക് നിന്നെ വിഴുങ്ങുവാൻ സാധിക്കും. അങ്ങനെയാണോ? ഇതാ വരികയാണ്. വരൂ. ദക്ഷപ്രജാപതിയുടെ പുത്രി, കശ്യപന്റെ പത്നിയെ, ലോകത്തുള്ള നാഗങ്ങളുടെയെല്ലാം രാജ്ഞിയെ, സുരസ എന്ന നാമം ലഭിച്ചവളെ, സുന്ദരരൂപത്തിനുടമയായ മാതാവേ, അവിടുത്തെ ആഗ്രഹപ്രകാരം ഞാൻ അങ്ങയുടെ തിരുവായിലൂടെ കടന്ന് പുറത്തെത്തിയിരിക്കുകയാണ്. ഇനി അവിടുന്ന് പൂർണ്ണരൂപം പ്രാപിച്ച് എനിക്ക് ലങ്കയിലേക്ക് പോകുവാനായി വഴിമാറി തരാമോ? നിനക്കെന്നെ എങ്ങനെയാണ് മനസ്സിലായത്? ശ്രീരാമന്റെ അനുഗ്രഹത്താൽ അങ്ങയെ എനിക്ക് മനസ്സിലായി. വളരെ സന്തോഷം. നിന്റെ രാമഭക്തിയെ ഞാൻ മാനിക്കുന്നു. കുമാര ആഞ്ജനേയ, നിന്റെ എളിമ കൊണ്ടും ബുദ്ധി കൊണ്ടും ഇപ്പോൾ നീ എന്നെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു കുമാര. മാരുതി, രാമകാര്യത്തിനു വേണ്ടി ലങ്കയിലേക്ക് ചെല്ലുന്ന നീ വരുന്ന തടസ്സങ്ങളെ എതിർത്ത് പോരാടുമോ, അല്ലെങ്കിൽ ഭയന്ന് പിന്തിരിഞ്ഞോടുമോ എന്ന് പരീക്ഷിച്ചറിയുവാൻ വേണ്ടി ദേവന്മാരും സിദ്ധന്മാരും യക്ഷഗന്ധർവ ഗണങ്ങളും ചേർന്ന് എന്നെ ഇവിടേക്ക് അയച്ചതാണ്. അവരുടെ ആ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുകയാണ്. ഇനി സന്തോഷത്തോടെ രാമനെയും സീതയും ചേർത്ത് വയ്ക്കുന്ന കർത്തവ്യം നിറവേറ്റി അതിലും നീ വിജയം കൈവരിക്കുന്നതിനായി എന്റെ എല്ലാ അനുഗ്രഹങ്ങളും. രാം രാം. വളരെ നന്ദി മാതാവേ. ഞാൻ പോയി വരാം. രാം രാം. സീതയെ ഞാൻ അപഹരിച്ചു കൊണ്ടുവന്നിട്ട് ഋതുക്കൾ മാറിയിരിക്കുകയാണ്. ഞാനും ഇത്രയും കാലങ്ങളായി എങ്ങനെയെങ്കിലും അവളുടെ ഹൃദയത്തിൽ ഇടം നേടണമെന്ന് ആഗ്രഹിച്ച് എത്രയോ വിധത്തിൽ എന്നെ അലങ്കരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. പുരുഷ സൗന്ദര്യത്തിന്റെ ക്രമത്തിൽ ഈ ലോകത്തിലെ ആദ്യ സ്ഥാനം വഹിക്കുന്ന എന്നെ കണ്ടാൽ തന്നെ അവൾ വെറുപ്പോടെയാണ് നോക്കുന്നത്. ഇന്ന് ഏതു വിധേനയായാലും ആ തരുണി മണിയെ എന്റെ തരുണിയാക്കാൻ പരിശ്രമിച്ചേ മതിയാകൂ. മഹാരാജനായ രാവണന് ഈ മഹോദരന്റെ എളിയ പ്രണാമം. മഹോദര, വരൂ. കാര്യം എന്താണെന്ന് പറഞ്ഞാലും. അങ്ങേ രാജസഭയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നിരിക്കുന്നത് പ്രഭു. ഓഹോ, സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണോ വന്നിരിക്കുന്നത്? മഹോദര, ഞാൻ അശോകവനത്തിൽ ചെന്ന് സീതയെ ദർശിച്ചിട്ട് അവിടെ നിന്ന് നേരെ രാജ്യസഭയിലേക്ക് വന്നുകൊള്ളാം. മഹാരാജൻ, ഇന്ന് നമ്മുടെ രാജ്യസഭയിലുള്ളവർക്ക് അങ്ങ് സമ്മാനങ്ങൾ നൽകുന്ന ദിവസമാണ്. മഹോദര, ഞാൻ ആദ്യം ചെന്ന് സീതയുടെ സ്നേഹം സമ്മാനമായി വാങ്ങട്ടെ. പിന്നീട് സഭാ അംഗങ്ങൾക്ക് സമ്മാനം നൽകാം. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ സഭയിലേക്ക് പൊയ്ക്കൊള്ളുക. ഞാൻ അല്പം താമസിച്ചു വന്നുകൊള്ളാം. മഹാരാജൻ, തനിക്ക് പോകാം. ഉത്തരവ്. എവിടെ? പതിവ് പോലെ നമ്മെ സഭയിലേക്ക് യാത്ര നൽകി അയക്കുന്ന എന്റെ പട്ടമഹർഷിയായ മണ്ഡോദരിയെ കാണുന്നില്ലല്ലോ. മണ്ഡോദരി എത്രയൊക്കെ സഹനശേഷിയും എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ തലയിടാത്ത സൽഗുണ സമ്പന്നയാണെങ്കിൽ പോലും അവളും നാരിയല്ലേ. സീതയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കണ്ട് നാരികൾക്കുള്ള അസൂയ എന്ന വികാരം അവൾക്കും ഉണ്ടാവാതിരിക്കുകയില്ലല്ലോ. അവളുടെ മനോവിഷമം കൊണ്ടാണ് സീതയെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. ആയതിനാൽ ഇന്ന് മണ്ഡോദരിയെ കാണാതെ തന്നെ
സീതയെ ദർശിക്കാൻ പോകാം. അതാണ് ശരി. എത്രയൊക്കെ പ്രചോദനമുള്ളവരായാൽ പോലും കാമത്തിന് അടിമയായി തീർന്നാൽ അവരെല്ലാം നാരികളെ വെറുമൊരു ഭോഗവസ്തുവായി അസൂയയ്ക്ക് ഇടം നൽകുന്ന ബലഹീനമായ ജന്മങ്ങളായി കരുതപ്പെടൂ എന്നതിന് എന്റെ പതിയും ഒരു ഉദാഹരണമായി തീർന്നുവെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. പുരുഷന്മാരുടെ ബലഹീനത എന്നത് ആഗ്രഹത്തിന് അടിമയാകലാണോ? അതിനെ അടക്കുന്ന കുറച്ചു പേരാണ് ജ്ഞാനികളായി മാറുന്നത്. അങ്ങനെ അടക്കുവാനുള്ള ശക്തിയില്ലാത്ത എന്റെ പതി തന്റെ ആഗ്രഹം നിറവേറ്റുവാനായി എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കൊള്ളട്ടെ, അതിലെനിക്ക് സങ്കടമില്ല. രാക്ഷസ രാജാവായിരുന്നാൽ പോലും രാജ്യകാര്യങ്ങളിൽ അമരന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയെപ്പോലും മറികടന്ന് പേര് നേടിയ എന്റെ പതി ഇന്ന് രാജ്യസഭയിലേക്ക് പോലും പോകാതെ ആ സീതയെ തേടി ചെല്ലുന്നതാണ് എനിക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തത്. ജ്യേഷ്ഠ, ജ്യേഷ്ഠ, ജ്യേഷ്ഠത്തിക്ക് വിഭീഷണന്റെ വിനീതമായ പ്രണാമം. അനുജ വിഭീഷണ, വന്നാലും. ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠൻ രാവണൻ എവിടെയാണ്? ഇന്ന് രാജ്യസഭയിൽ ആസ്ഥാന വിദ്വാൻമാർക്ക് സമ്മാനങ്ങൾ നൽകുന്ന ദിവസമാണ്. ആയതിനാൽ അദ്ദേഹത്തോടൊപ്പം സഭയിലേക്ക് പോകാമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അദ്ദേഹം അദ്ദേഹത്തിനുള്ള സമ്മാനം തേടി അശോകവനത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്താണ് ജ്യേഷ്ഠത്തി, അശോകവനത്തിലേക്ക് പോയെന്നോ? അതെ, ആ സീതയെ നേരിൽ കണ്ട് അവിടുന്ന് സഭയിലേക്ക് വന്നോളാമെന്ന് മന്ത്രിയോട് പറഞ്ഞിട്ടാണ് പോയത്. എന്താണ് ജ്യേഷ്ഠത്തി ഇത്? ഇന്ന് വരെ ഇല്ലാത്തൊരു പുതുമയാണല്ലോ. ദൈവകാര്യങ്ങളെപ്പോലെ തന്നെ രാജ്യകാര്യങ്ങളും തന്റെ ജീവനായി കരുതുന്ന എന്റെ ജ്യേഷ്ഠൻ രാവണനാണോ ഈ വിധം ഇങ്ങനെ മാറിയത്? അതെ, ഈയിടെയായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കടമകൾ പോലും മറക്കുകയാണ്. വിഭീഷണ, ഞാനാണ് പതിയെ അനുസരിച്ച് അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലൊന്നും തലയിടാതെ ഇങ്ങനെ പോകുന്നത്. നിങ്ങൾ എന്റെ പതിയുടെ ഉടപ്പിറന്നവനല്ലേ? അദ്ദേഹത്തിനും നമ്മുടെ അസുരകുലത്തിനും ഇന്നും നാളെയും എന്തിന് ഒരിക്കലും ഒരു പഴിയും നേരിടാതെ കാത്തുരക്ഷിക്കേണ്ട നിങ്ങളെല്ലാവരും അദ്ദേഹം സ്വയം മറന്ന് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കണ്ടിട്ടും മൗനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സീത സന്യാസിയുടെ പത്നിയാണ്, ഏകപതി വ്രതയും കൂടിയാണവൾ. മനസ്സറിഞ്ഞ് അവളൊന്ന് ശപിച്ചാൽ നമ്മുടെ കുലം തന്നെ ചിന്ന ഭിന്നമായി പോകുമെന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തോട് എടുത്തു പറയാതിരിക്കുന്നത്? എന്ത് ചെയ്യാനാ ജ്യേഷ്ഠത്തി? ഞാനും ജ്യേഷ്ഠൻ കുംഭകർണനും ജ്യേഷ്ഠൻ രാവണന്റെ ഇളയ അനുജന്മാരായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ അവിടുത്തെ പോലെ തന്നെ ഇതുവരെ എല്ലാം ക്ഷമിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിൽ ആ സീതയുടെ കാര്യത്തെ ചൊല്ലി വലിയ പഴി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ആയതിനാൽ ഞങ്ങളുടെ മാതൃപിതാമഹൻ മാല്യവൻ, ജ്യേഷ്ഠൻ കുംഭകർണൻ തുടങ്ങി എല്ലാവരുമായി കൂടി ആലോചിച്ച് ഇനിയുള്ള അനന്തര ഫലങ്ങൾ ജ്യേഷ്ഠനോട് എടുത്തു പറഞ്ഞ് ആ ജനകപുത്രിയായ ജാനകിയെ മഹാത്മാവായ ശ്രീരാമന്റെ അടുത്ത് കൊണ്ടുവന്നെത്തിക്കുവാനായി എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ പരിശ്രമിക്കാൻ ജ്യേഷ്ഠത്തി. എന്നെ അനുഗ്രഹിച്ച് വിട നൽകിയാലും. പോയി വന്നാട്ടെ. അങ്ങയുടെ ലക്ഷ്യം സാധിക്കുന്നതിനായി ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. ശരി ജ്യേഷ്ഠത്തി, ഞാൻ പോയി വരാം. ദൈവമേ, എന്റെ പതിയെ എനിക്ക് തിരികെ തന്നാലും ദേവാ, തിരിച്ചു തന്നാലും.